भगवान ना करे दिल्ली में गलती से भी इनकी सरकार आ गई तो ये दिल्ली की सारी झुग्गियां 6 महीने में तोड़ देंगे और आपकी जमीन भी अपने उसी दोस्त को दे देंगे। കഴിഞ്ഞ തവണത്തേക്കാൾ മോശം പ്രകടനമായിരിക്കും ബിജെപിയുടേതെന്ന് ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ അവസാന നിമിഷവും പ്രവർത്തകരിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നു. അഴിമതിയും മാലിന്യ പ്രശ്നവും യമുന ശുചീകരണവുമെല്ലാമായിരുന്നു ഇത്രയും ദിവസം ഡൽഹിയിലെ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ച. പക്ഷെ അവസാന ദിവസങ്ങളിൽ അത് കേന്ദ്ര ബജറ്റിലേക്ക് കൂടി കേന്ദ്രീകരിക്കുന്നു. ഡൽഹിക്ക് പ്രത്യേക പ്രഖ്യാപനങ്ങൾ പാടില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പ്രത്യേക പ്രഖ്യാപനമല്ല എങ്കിലും ആദായ നികുതി സ്ലാബിലെ മാറ്റം വലിയ ഗുണം ചെയ്യുമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു. അതിനനുസരിച്ച് പ്രചാരണത്തിന്റെ ഗിയർ മാറ്റി. ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം ഉന്നയിച്ച് എഎപി രംഗത്ത് വന്നു. वैसे तो चुनाव आयोग को इस तरीके की अनाउंसमेंट अलाउ नहीं करनी चाहिए थी. സാധാരണക്കാർക്ക് ബിജെപി തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ഉറപ്പുകൾ നൽകിയപ്പോൾ മധ്യവർഗത്തിന് എന്ത് എന്ന ചോദ്യമുണ്ടായിരുന്നു. അവർക്കുള്ള സഹായമാണ് ആദായ നികുതി വകുപ്പിലെ ഇളവെന്ന് അവകാശപ്പെടുന്നു ഡൽഹിയിലെ ബിജെപി നേതാക്കൾ. നരേന്ദ്ര മോദി ജി जिस प्रकार से उनकी सरकार गरीबों को मध्यम वर्गीय लोगों को समर्पित है उसका एक ऐसा एग्जाम्पल कल के बजट में आया है. മധ്യവർഗ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഡൽഹിയിൽ ബജറ്റ് നിർദ്ദേശം ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അതേ മധ്യവർഗത്തിന് പ്രിയപ്പെട്ടയാളാണ് അരവിന്ദ് കെജ്രിവാൾ എന്നത് ആം ആദ്മി പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നു. കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. ആ വോട്ട് ശതമാനം വളരെ വർദ്ധിച്ചാൽ ആം ആദ്മി പാർട്ടിക്കായിരിക്കും നഷ്ടമുണ്ടാവുക. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.